ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകങ്ങളായ 9ഉം 10ഉം പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 18 പൃഥുചരിതം ശ്ലോകം 9. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കദാപി ദേവ സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസന്നൈക്ഷിഷ്ഠാ സനകമുഖാൻ മുനീൻ പുരസ്താത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. തദ്ദത്തം, തത് ദത്തം ചേർത്തിട്ട് തദ്ദത്തം. ദ എന്നുള്ളത് മെല്ലെ നൂന്നി പറയണം, 2 ദ എന്നുണ്ട്. വരം ഉപലഭ്യ, വരമുപലഭ്യ, ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭക്തിം ഏകാം ചേർത്തിട്ട് ഭക്തിമേകാം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തീ എന്നുള്ളത് കാത്ത എന്നാണ്. ഗംഗാന്തേ, ഗംഗാന്തേ നാത്ത എന്നാണ്. വിഹിത പദ, അവിടെ വിസർഗമുണ്ട്. വിഹിത പദ, പദ എന്നുള്ളത് ദയലത്തെ ഇത് എന്നാണ്. കദാപി ദേവ സത്രസ്ഥം, സ്ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മുനി നിവഹം, മുനി നിവഹം. ഹിതാനി ശംസൻ ഐക്ഷിഷ്ഠ, അവിടെ വിസർഗമുണ്ട്, വിസർഗം പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ ശംസന്നൈക്ഷിഷ്ഠ, ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഷ്ഠ എന്നുള്ളതിലത്തെ ഠ എന്നും. സനകമുഖാൻ, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മുനീൻ പുരസ്താത്, അങ്ങനെ നിർത്താം. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കദാപി ദേവ സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസന്നൈക്ഷിഷ്ഠാ സനകമുഖാൻ മുനീൻ പുരസ്താത്. അടുത്തത് 10ാമത്തെ ശ്ലോകം. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവീ തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയ വാതഗേഹവാസിൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. വിജ്ഞാനം, ജ ജ്ഞ എന്നാണ് ജ്ഞ എന്നുള്ളത്. വിജ്ഞാനം സനകമുഖോദിതം, സനകമുഖോദിതം, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദധാന, താ ഥ ദ ഥ, ദ 3ാമത്തെ 4ാമത്തെ ഥ, ദധാന, ത ഥ ദ ഥ, ദ ഥ അടുത്തടുത്തുള്ളത് അതേപോലെ അടുത്തടുത്ത് വന്നിരിക്കുന്നു. ദധാന, ദ ഥ. ഒന്ന് മൃദുവായിട്ട് പറയണം, അതിൻ്റെ അടുത്തത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദധാന, അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. സ്വാത്മാനം, സ്വ ആത്മാനം ചേർത്തിട്ട് സ്വാത്മാനം, ത് മ എന്നാണ് മാ എന്നുള്ളത്. മാനം, സ്വാത്മാനം. സ്വയം അഗമോ, സ്വയമഗമോ, സ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വനാന്തസേവീ നീട്ടിയിട്ട് തത്താദൃക് പൃഥുവപുരീശ, പൃഥുവപുർ ഈശ അത് ചേർത്തിട്ട് പൃഥുവപുരീശ. ഥു എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം, പൃഥു എന്നുള്ളത്. സത്വരം മേ രോഗൗഖം, ഖം എന്നുള്ളത്, ഖ എന്നുള്ളത് മേഘത്തിൻ്റെ ഖ എന്നാണ്, നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രശമയ വാതഗേഹവാസിൻ, വാതഗേഹവാസിൻ അങ്ങനെ നിർത്താം.
വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവീ തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയ വാതകേഹവാസിൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.